NP നായർകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലുള്ള നായർകുഴി സ്കൂളിലെ വിവിധ പരിപാടികൾ, ഹയർ സെക്കൻഡറി സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ്. ഇവിടെ വിവിധ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നു. പ്രത്യേകിച്ച് NSSൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വർഷങ്ങളായിട്ട് NSS യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. കമ്പ്യൂട്ടർ സാക്ഷരതാ ക്ലാസ്സുകൾ ജനങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സാക്ഷരതാ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റ് കുട്ടികളുടെ എല്ലാവിധ വികസനത്തിനും വേണ്ടിയുള്ള പരിപാടികളെല്ലാം സ്കൂളിൽ നടത്തുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിന് വിവിധ കമ്മിറ്റികൾ, പ്രത്യേകിച്ച് PTA, SMC, MPTA വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മളടുത്ത് ഇടപഴകുന്നത്. അവരെല്ലാവിധ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. വിവിധ പരിപാടികൾ ഇവിടെ നടത്താറുണ്ട്. നാട്ടുകാരുടെ സഹകരണം നന്നായിട്ടുണ്ട്. പല മേഖലകളിലും, പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനേതര മേഖലകളിലൊക്കെ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ സ്കൂളിൽ ഇത്രയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പം നിലവിൽ ഇവിടെ NSSൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ വർഷം ഔഷധ തോട്ട നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നു. അതിനോട് കൂടെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സാക്ഷരതാ ക്ലാസ്, അതാണ് ഏറ്റവും പ്രത്യേകിച്ച് പറയാനുള്ളത്. NSSൻ്റെ ആഭിമുഖ്യത്തിൽ കമ്പ്യൂട്ടർ സാക്ഷരത, ഈ ഒരു പരിസര പ്രദേശത്തെ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എത്തിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സന്തോഷ്, GHSS നായർകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസറാണ്. ഇവിടെ നമ്മൾ NSSൻ്റെ റീജിയണൽ തല പ്രോഗ്രാമായ ഉണരൂ ഉയരൂ, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, സാധാരണക്കാർക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. അത് ഈ വാർഡിലെ ഏകദേശം 841ഓളം പേർക്ക് അത് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള NSSൻ്റെ തന്നെ വോളണ്ടിയർമാരാണ് ഇതിൻ്റെ പരിശീലനം അവർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പരിശീലനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ നവംബർ ഡിസംബർ മാസത്തോടു കൂടി ഈ പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ എല്ലാ 7-8ഓളം പേര് ആൾക്കാരുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇത് പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പ്രായപരിധിയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ ബേസിക് കാര്യങ്ങളും ഞങ്ങളിങ്ങനെ കുറച്ച് ഇങ്ങനെ എല്ലാ ബേസിക് കാര്യങ്ങളും ഇവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്.